ഒരു മലയാളി കുടുംബം പാകിസ്ഥാനിൽ കുടുങ്ങിപ്പോയി എന്നൊരു വിവരം കൂടി കഴിഞ്ഞ മണിക്കൂറിൽ വന്നിരുന്നു. അസർബൈജാനിൽ നിന്ന് കുവൈത്തിലേക്ക് പോയ സംഘമാണ് കറാച്ചിയിൽ പെട്ടുപോയത്. ഇവർ സഞ്ചരിച്ച എയർ അറേബ്യ വിമാനം കറാച്ചിയിൽ ഇറക്കിയായിരുന്നു. ആർ അനന്തകൃഷ്ണനായിരുന്നു. അനന്തൻ, അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ്? രതീഷ്, ഗൾഫിലെ സംഘർഷത്തിനിടെയാണ് മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നത്. അതായത് ഒരു മലയാളി കുടുംബം കറാച്ചിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് വിവരം. അത് ഈ ഗൾഫ് സംഘർഷവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇവർ അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് ഷാർജ വഴി കുവൈത്തിലേക്ക് പോവുകയായിരുന്നു. എയർ അറേബ്യയുടെ വിമാനത്തിലാണ് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ ഈ ഗൾഫിലെ സംഘർഷത്തിനിടയിൽ ഈ എയർ അറേബ്യ വിമാനം വഴിതിരിച്ചു വിടുകയായിരുന്നു. പിന്നീട് അത് കറാച്ചിയിലാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ആ വിമാനത്തിൽ 8 ഇന്ത്യക്കാരുണ്ട്. അതിൽ 3 പേർ മലയാളികളാണ്. അവർ ഒരു കുടുംബമാണ്. അതായത് പാലക്കാട് കൊടുമ്പ് സ്വദേശി കൃഷ്ണദാസ് നാഗലൂർ, അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ രശ്മി മേനോൻ, അവരുടെ 3 വയസ്സുകാരി മകൾ സ്മൃതി മേനോൻ എന്നിവരാണ് ഇപ്പോൾ കറാച്ചി വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവർ ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ മുഖേന സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെടുകയായിരുന്നു. സംസ്ഥാന ഗവൺമെന്റ് നോർക്കയും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഇവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ്. ഇപ്പോൾ നോർക്ക കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കറാച്ചിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കൃത്യമായി അതിനുള്ളൊരു ആശയവിനിമയ സംവിധാനങ്ങളില്ല. അവരെ സുരക്ഷിതമായി കൊളംബോ വഴി കേരളത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സുരക്ഷിത കേന്ദ്രത്തിലേക്കോ എത്തിക്കാനുള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും നോർക്ക അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. അവർ കറാച്ചിയിൽ സുരക്ഷിതരായിട്ട് ഇരിക്കുകയാണ്. ഈ 3 മലയാളികൾ അവരടക്കം 8 ഇന്ത്യക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. മറ്റു യാത്രക്കാരും കറാച്ചിയിൽ ഉണ്ട്. ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന മറ്റു യാത്രക്കാരും കറാച്ചി വിമാനത്താവളത്തിലുണ്ട്. ഏതായാലും ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നോർക്കയും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാർ വഴി നടത്തുന്നത്.